നിങ്ങളുടെ ഈ പ്രവാസം കൂടി ഇല്ലെങ്കിൽ എന്താ നമ്മളെ മലബാറിന്റെ സ്ഥിതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പിന്നോക്കാവസ്ഥ അവിടെ നിൽക്കുകയാണ്. ഇവിടെ ഈ പ്രവാസ ലോകം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഈ വെള്ളക്കുപ്പായും ഈ നല്ല എന്താ പറയാ ഡ്രസ്സും ഈ സൗകര്യങ്ങളും ഈ കണ്ടു കാണപ്പെട്ട ഈ നാട്ടിലെ സ്കൂളും കോളേജും പ്രവാസികളും ഇവിടുത്തെ മലബാറുകാരും അത്യധ്വാനം ചെയ്ത ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളെ സ്ഥിതി എന്താ? കൈക്കൂട്ടത്തമ്പോ ഉണ്ടാവും നമ്മളെ സകല ആൾക്കാരും. യുപിയിലേക്ക് ഉൾഗ്രാമങ്ങൾ കണ്ടിട്ടില്ലേ? ആ അവസ്ഥയിൽ നമ്മളാകുമായിരുന്നു. അവിടുന്ന് നമ്മൾ രക്ഷപ്പെട്ടത് ഈ പ്രവാസം കൊണ്ട് മാത്രമാണ്. പലർക്കും ഇത് കണ്ടാ തോന്നാത്തത് എന്താ? ഇത്ര വലിയ വിവേചനം നടക്കുന്നുണ്ടെന്ന്. ഈ സംവിധാനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അത് ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. പക്ഷേ സർക്കാരിന് 45% നികുതി ഈ ജില്ലകളിൽ നിന്ന് പോകുമ്പോ അതിനനുകൂലമായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ 100% നീതിയൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഒരു 75%. നിങ്ങൾ 15 കുട്ടികൾ അവിടെ 20 കുട്ടികൾ ഒരു ക്ലാസ് പഠിക്കുമോ? ഞങ്ങളൊരു 30 കുട്ടികൾ അല്ലെങ്കിൽ 40 കുട്ടികൾ ഞങ്ങൾ ഇരുന്നോളാം. ഈ 65ഉം 75ഒന്നും ഞങ്ങളെന്ന് ഇറക്കിത്തരണം. ആശുപത്രിയിൽ കട്ടിലില്ലെങ്കിലും അവിടെ പായ വിരിച്ച് കിടന്നോളാം. ഈ സ്ട്രെച്ചറിലും മുറ്റത്ത് പന്തല് കെട്ടിയിട്ടും ഞങ്ങളെ പോയി കിടക്കണം നിങ്ങൾ പറയരുത്. ഇത്രേ പറയുന്നുള്ളൂ. അത് പറഞ്ഞാൽ വിഘടനവാദം, അത് പറഞ്ഞാൽ വർഗീയവാദം. അതിനി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മൾ ഈ മലബാർ ജില്ലാ വികസന മുന്നേറ്റ സമിതി എന്ന് പറയുന്ന ഒരു സമിതിക്ക് രൂപം കൊടുത്ത് സകല മനുഷ്യരെയും അതിൽ ഒന്നിച്ചു നിർത്തി നമ്മൾ മുന്നോട്ട് പോകണം. അതിനെ ഇവിടെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഈ സമൂഹത്തിനെ സ്നേഹിക്കുന്നവരിവിടെ വന്നിട്ടുണ്ട്. ഇവരൊന്ന് പറയട്ടെ എന്ന്. വിഘടനവാദികളാണ്, വർഗീയവാദികളാണ്. നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഡാറ്റകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഒരാളും അവർക്ക് ഇഷ്ടപ്പെട്ടത് സംസാരിക്കാനല്ല വന്നത്. ഡാറ്റകളാണ്, സർക്കാരിന്റെ ഡാറ്റകൾ. ഈ ഡാറ്റകളാണ് സംസാരിക്കുന്നത്. അതൊരു ശബ്ദമായി മൈക്കിലൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെങ്ങനെ പ്രതിരോധിക്കും? ഇതല്ല എന്ന് ഈ ഗവൺമെന്റ് എന്ന് പറയട്ടെ. ആ കണക്ക് തെറ്റാണ് എന്ന് ഇവിടുത്തെ മറ്റു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയട്ടെ. പറയാൻ കഴിയില്ലല്ലോ. സർക്കാരിന്റെ സൈറ്റുകളിലുള്ള കൃത്യമായ കണക്കാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ ഇനി ഇത് പറയാൻ പറ്റില്ലേ? ജനങ്ങൾ താഴേക്ക് ഇറങ്ങണം, ജനങ്ങൾ ഇതിലേക്ക് ഇറങ്ങി വരണം. ഈ ജില്ല വിഭജിക്കേണ്ട, മലബാറിന് വികസനം വേണ്ട, നിങ്ങൾ അതിന് പോകരുത് എന്ന് ഈ മലബാറിലെ ജനങ്ങളോട് ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി, സാമുദായിക പാർട്ടിയായാലും ശരി, ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. അവർക്കതിൽ വേറെ താല്പര്യമാണ്, അവർക്കതിൽ വേറെ രാഷ്ട്രീയമുണ്ട്, അവർക്കതിൽ വേറെ കച്ചവടമുണ്ട്, അവർക്കതിൽ വേറെ ലാഭമുണ്ട്. പക്ഷേ നമ്മൾ സ്വയം കുഴി കുഴിക്കുകയാണ് എന്ന് മലബാറിലെയും കേരളത്തിലെയും പൊതുസമൂഹം തിരിച്ചറിയണം. ഇതേ വിഷയം തിരുവനന്തപുരം ജില്ലയിലുണ്ട്, എറണാകുളം ജില്ലയിലുണ്ട്. അപ്പൊ എന്താ? അവിടെ വിഭജിച്ചാൽ ഇവിടെയും വിഭജിക്കണമല്ലോ. അപ്പൊ അവിടെ വിഭജിക്കുന്നില്ല, ഇവിടെ വിഭജിക്കൂല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അവിടെ വിഭജിക്കൂല. അവിടെ എന്താ ചെയ്യുക? കുറെ സ്കൂൾ പുതിയ കൊടുക്കും, ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും. അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ പരിഹരിക്കാൻ മറ്റു മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവിടുത്തെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കുക. ജില്ല എന്നാലും വിഭജിക്കൂല. വിഭജിച്ചാൽ എന്താ? ഇവിടെയും വേണം. ഇതൊന്നും ആർക്കും മനസ്സിലാകാത്ത കേസല്ല. നമ്മൾ ഓരോ ഡാറ്റകൾ എടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതാണ്. അതുകൊണ്ട് ജില്ലകൾ വിഭജിച്ചേ തീരൂ. ഇവിടെ ആര് ഭരിച്ചാലും ഏത് മുന്നണി ഉണ്ടെങ്കിലും അവരെ അതിന് നിർബന്ധിതരാക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം രാഷ്ട്രീയ ചുറ്റുപാടല്ല. ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. അതൊരു സാമൂഹിക പ്രശ്നമായി ഉയർത്തി ജനങ്ങളോട് സംവദിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ മലബാറിലെ മുഴുവൻ ജില്ലകളിലും ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ നിയോജക മണ്ഡലത്തിലും എല്ലാ പഞ്ചായത്തുകളിലും കൊട്ടിഘോഷിച്ച് പ്രസംഗിച്ച് നടക്കുകയല്ല, നമ്മളതിനൊരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. ഗ്രാമങ്ങളിലൂടെ മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങിത്തിരിച്ച് അവർക്ക് ആവശ്യമായ ഡാറ്റകൾ കൊടുത്ത്, പത്രങ്ങൾ കൊടുത്ത് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രതിരോധം തീർക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സമവാക്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വലിയ പരിശ്രമത്തിന്റെ തുടക്കമാണ് ഈ വണ്ടൂരിൽ നടക്കുന്ന ഈ ഒരു സെമിനാർ.